ഇന്നലെ രാത്രി പോലും നമ്മുടെ മനസ്സിനുള്ളിലുണ്ടെങ്കിലും നമുക്ക് മറ്റൊന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം. ഇല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ് സംഭവിച്ചത്. എന്നുവെച്ചാൽ ഇതിന്റെ അടിയിലുണ്ടാവും 153 മീറ്റർ വീതിയിൽ റെയിൽവേ ട്രാക്കും സ്റ്റേഷനും പണിതൊക്കെയാണ്. സ്വാഭാവികമായും അവിടുന്ന് ബോഡി താഴെ പോയി കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ലിന്റെ ഇടയിലൂടെ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഗ്രില്ല് അടച്ചിരുന്നു. അപ്പോ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഈ ഗ്രില്ലിനകത്തുണ്ടാവും. ആ ഗ്രില്ലിനകത്ത് അപ്പോഴാണ് ഈ കാര്യത്തിൽ ഈ വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പറയുന്നത് മേലിലുള്ളതല്ല, വേഗത അടിയൊഴുക്കാണ്. ആണ് സാറിന് പറയില്ല, അടിയൊഴുക്ക് അടിയൊഴുക്ക്. അവിടെ വരുന്ന ചലനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അടിയൊഴുക്കറിയാതെ എന്ന് പറയുന്നത് ഏത് ജീവിതത്തിൽ പോലും അടിയൊഴുക്കുണ്ടാവും, വെള്ളത്തിലുണ്ടാവും. അപ്പൊ അടിയൊഴുക്ക് എന്ത് ചെയ്തു? ഗ്രില്ല് ഭേദിച്ച് അടിയിൽ കൂടെ പോവാം. ഈ ഗ്രില്ലിന്റെ അടിയിലുള്ള ഫോഴ്സിൽ ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ അടിയിലൂടെ ഗ്രില്ലിന്റെ അടിയിലൂടെ ബോഡി ഒഴുകിപ്പോയി. ഇനി മരണപ്പെട്ടാൽ 2 ദിവസം കഴിയാതെ ബോഡി പൊങ്ങില്ല. അതൊരു സാമാന്യമായിട്ടുള്ള തത്വമാണ്. അതെന്ത് ചെയ്തു? 2 ദിവസം കഴിഞ്ഞപ്പോ ജീവന്റെ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മുകളിൽ പൊങ്ങില്ല. ഇത് ബോഡി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ സാവധാനം വെള്ളത്തിന്റെ അടിയിൽ പൊങ്ങൂ. അത് ശരീരം കണ്ടിട്ടില്ല. ഇനി ഇവിടെ കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യമാണ്. ഇത് അപ്പുറത്ത് മറ്റേ കായലിൽ ചെയ്യുമ്പോൾ നമ്മള് 17 സ്ഥലത്ത് ഫിഷർ വെച്ചിട്ടുണ്ട്, മാലിന്യം ട്രാപ്പ്. എന്നിട്ട് ഇന്നലെ രാത്രി നമ്മൾ ഈ ശക്തമായ ഒഴുക്ക് തുടരുമ്പോൾ തന്നെ നമ്മളെല്ലാ ഈ നഗരസഭാ പരിധിയിലുള്ള എല്ലാ വാർഡുകളിലെയും നമ്മുടെ തൊഴിലാളികൾക്ക് ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തു രാത്രികൾ. കാരണം അവർക്ക് ഈ പ്രാദേശികമായി ഇത് വരുന്ന ഒഴുക്കിനെ പറ്റിയിട്ട് അവർക്കറിയാം. അങ്ങനെ നമ്മുടെ 2 കണ്ടിജന്റ് സ്റ്റാഫാണ് രാവിലെ കാണുന്നത്. അപ്പൊ അവര് ഇന്നലെ രാത്രി മുതൽ തന്നെ ഫയർഫോഴ്സിന്റെയും പരിശോധിക്കുന്നതിന് ഓടൊപ്പം തന്നെ ഇവരും പരിശോധനയിലുണ്ടായിരുന്നു. പറയുകയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധന നടത്തണമെന്നുള്ളത്തേക്ക് എത്തി ഇന്നലെ വൈകുന്നേരം. അന്ന് ഇവരുടെ മേയർ ഇതിനെ വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം പിന്നെ ആലോചിക്കുമ്പോഴാണ്, അതിന്റെ വർക്കിലേക്ക് പോകുമ്പോഴാണ് ഇന്നിപ്പോ കിട്ടിയത്. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് വേണം കിട്ടിയെന്ന് കരുതാം. ഇത് ഇപ്പുറത്തെ കായലിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇനിയും 2 ദിവസം വരും. പക്ഷെ നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. വിമർശനങ്ങളൊക്കെ നമുക്ക് അതൊക്കെ സാധാരണഗതിയിൽ വരുന്നതാണ്. അതൊന്നും നമുക്ക് നമ്മള് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിന്റെ നന്മയാണ്. നമുക്ക് നന്മയുണ്ടായാൽ മതി. നമുക്ക് സാധ്യമായതെല്ലാം എല്ലാ വിമർശനങ്ങളും നമ്മൾ ആ നിലയിൽ എടുത്താൽ മതി അല്ലേ? As you said, we were trying to get him as early as possible. The fire and rescue team, corporation's contingent staff, as well as police, the Jilla collector, and we were all together and we were trying to get him as soon as possible. But unfortunately, we were not able to get him. We have now the time has already 48 hours has gone. And today we got him from another place because yesterday there was really heavy rain from yesterday night, and maybe the movement of water is very high
That's why the reason it has come to another portion of the same river. No, that's because, when we involve in this condition, we have a humanity to our other humans. So we'll, even the time is going, we have a expectation that we can help him, we can get him, so that is the reason. MLA has given a letter and CM office have already contacted our collector and asked report from collector, and the report from collector has already given to CM's office, and normally the procedure is the cabinet should be held and decision should be made there, and CM will announce about that. Railway. Yes, I think they have not yet come, and we'll see what is going to happen next. I am in Malayalam. തീർച്ചയായും ഒരു വലിയ ദുരന്തമാണ്, ഒരു നാടിനെ നടുക്കിയ ദുരന്തമാണ്. ഒരു നിശ്ചിത വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. ഇവിടെ ഇത് വല്ലതും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. മാത്രമല്ല, റെയിൽവേക്കാർ വിളിച്ചിട്ട് കരാറൊന്നുമില്ലെങ്കിലും ഇത്രയും കൂടെ ചെയ്തു തരുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കരാറുകാരനോട്. അയാൾ വിളിച്ചുകൊണ്ടുവന്ന് ജോലി ചെയ്ത അതിന്റെ ഭാഗമാണ്. ഒരു 20 മിനിറ്റ് നേരം നല്ല മഴ വന്നു. അതിന്റെ ഭാഗമായി ഒരു കുത്തൊലിപ്പ് വന്നു. അടിയൊഴുക്കിൽപ്പെട്ട ഈ ബോഡി ഈ അടിയിലൂടെ ടണൽ വഴി പുറത്തു കടക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, പുറത്തു പോകുമെന്ന് കരുതിയില്ല. ഇതിനിടയിൽ ഗ്രില്ലുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രില്ലിന്റെ അടിയിലൂടെ സ്ഥലമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഗ്രില്ല് മേളിലായിരുന്നു. അതിന്റെ അടിയിലൂടെ വെള്ളത്തിനും മറ്റു മാലിന്യങ്ങൾക്കും ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കുന്ന വിടവുകൾ ഉണ്ടായിരുന്നു ഈ ഗ്രില്ലുകളിൽ, മാൻഹോളിന്റെ അടിയിൽ. പക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഇതിന്റെ അടിയിലൂടെ പോകുമെന്ന് കരുതിയിരുന്നില്ല. ഈ കുത്തൊലിപ്പിൽപ്പെട്ട് അടിയൊഴുക്ക് കാരണം ഈ ബോഡി പുറത്തേക്ക് കടന്നു, പഴവങ്ങാടി കഴിഞ്ഞ് പുറത്തേക്ക് കടന്നു. അവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഇത് നടത്തിയ സെർച്ച് ചെയ്ത ആർക്കും തന്നെ ഇല്ലായിരുന്നു. നല്ല മഴയുമായിരുന്നു. അപ്പോ പിന്നീടാണ് സാധാരണഗതിയിൽ ഒരു ബോഡി ജീവൻ വെള്ളത്തിൽ വീണാൽ 1-2 ദിവസം എടുക്കും അത് പൊങ്ങാൻ. അതൊരു പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ്. സാധാരണ നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. പക്ഷെ ബോഡി മരണം ആയിക്കഴിഞ്ഞാൽ ബോഡിക്ക് ഭാരം വന്നപ്പോൾ ഇത് പൊങ്ങി, ഈ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് പൊങ്ങി. അപ്പോഴാണ് നമുക്ക് പുറത്ത് കാണാൻ കഴിഞ്ഞത്. അതുവരെ ഈ അടിയൊഴുക്കിൽപ്പെട്ട് ബോഡി ഇതുവഴി ടണൽ വഴി സഞ്ചരിച്ച് നേരെ പഴവങ്ങാടി കഴിഞ്ഞ് മറ്റേ ആ സ്ഥലമുണ്ടല്ലോ, ഒരു ആമയാൻ തോട് വഴി അത് തന്നെ പഴവങ്ങാടി കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു അവിടത്തേക്ക് ആ അഴുക്കുചാലിലേക്ക് വരികയായിരുന്നു. അത് പോയിരുന്നുവെങ്കിൽ കായലിലെത്തുമായിരുന്നു. പക്ഷേ ഭാഗ്യമെന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ 2 ദിവസക്കാലം അതിതീവ്രമായ അതിസാഹസികമായ പ്രവൃത്തികളാണ് വിവിധ നമ്മുടെ സാഹസിക സ്ക്വാഡുകൾ നടത്തിയത് എന്ന് അത് ആർക്കും വിസ്മരിക്കാനാവില്ല. നല്ല കോർഡിനേഷനായിരുന്നു കോർപ്പറേഷൻ വെച്ചത്. അതെന്താന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ മറ്റു നിലയിലുള്ള കാഴ്ച കണ്ണോടുകൂടി കണ്ടാൽ ഒരു ദുരന്തമുണ്ടാവുമ്പോൾ എല്ലാവരും യോജിച്ചല്ലേ ദുരന്തത്തെ നേരിടണം. അതിന് പകരമായി ആരെങ്കിലും പഴിചാരിയിട്ട് വല്ല കാര്യമുണ്ടോ? അത് പഴിചാരാതിരിക്കും. ദുരന്തമെങ്കിലും ഉണ്ടാവുമ്പോൾ പഴിചാരാതിരിക്കണം എന്നതാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. ഈ കാര്യത്തിൽ ആ കുടുംബത്തെ, നിർധനയായ കുടുംബമാണ്. ഈ അമ്മയെ ശിഷ്ടകാലം ജീവിക്കണം. അവർക്ക് സാമാന്യം ഒരു അടച്ചുറപ്പുള്ള വീട് കിട്ടണം. ഒരു വീടും ശിഷ്ടകാലം ഒരു വരുമാനത്തിനുമുള്ള സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം റെയിൽവേക്കാരുടെ ജോലിയാണ് ചെയ്തത്. അവരും അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തിലെ അമ്മയുടെ ശിഷ്ടകാലം ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കും. ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ ഒരുക്കും.